ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പലപ്പോഴും ഞാൻ വീഡിയോസ് പറയാറുണ്ട്, സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുണ്ടെങ്കിലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് നമ്മളോട് ഒരു അട്രാക്ഷൻ തോന്നത്തുള്ളൂ. ഇനി നിങ്ങൾ എക്സിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസുകളൊക്കെ നമ്മൾ പലപ്പോഴും ലവ് മാസ്റ്ററി പോലെയുള്ള കോഴ്സുകളിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പല ആളുകളും അത് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ കോഴ്സുകളിലൊന്നും ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം സെൽഫ് ലവ് ആണ്. പലപ്പോഴും സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ സ്വയം സ്നേഹിക്കുക, എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു പോവാറാണ് പതിവ്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്തിടുക, ഫ്രീ ആവുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വന്ന് കാണുക. കാരണം നിങ്ങൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ടായിരിക്കും ഈ സെൽഫ് ലവ് സെൽഫ് ലവ് സെൽഫ് ലവ്. ഇന്ന് പറയുന്നത് 20ഓളം കാര്യങ്ങളാണ്. ഈ 20 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സെൽഫ് ലവ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ സെൽഫ് ലവ് ഉണ്ടാകുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ധാരാളമാണ്. ഭയങ്കര അട്രാക്ഷൻ പവർ ആയിരിക്കും. നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ നിങ്ങളിൽ നിന്നൊരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടും. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വല്ലാത്തൊരു വൈബ്, വല്ലാത്തൊരു എനർജി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ചില ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത്. എന്തുകൊണ്ടാണ്? അവർ ഭയങ്കരമായിട്ട് സെൽഫ് ലവ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവരറിഞ്ഞോ അറിയാതെയോ അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവാം. എന്നാൽ നമുക്കത് അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ആ ഒരു എനർജി കൊടുക്കാൻ പറ്റും. നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആളാണ്, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക എനർജി കിട്ടുന്നുണ്ട് എന്നുള്ള വേർഡ്സൊക്കെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി അങ്ങനെയൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യും എന്ന് മാത്രം പറയാണ്. അധികം സംസാരിക്കാതെ ഞാൻ പോയിന്റിലോട്ട് കിടക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാവ് ഫൺ ബൈ യുവർ സെൽഫ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ തന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക ഫണ്ണായിട്ട്. അഥവാ ജസ്റ്റ് ഒരു സിനിമക്ക് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരു നല്ല സ്റ്റേക്കേഷനൊക്കെ എടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ സ്റ്റേക്കേഷൻ എടുക്കുക. ഇനി കോസ്റ്റൊക്കെ കുറവാണ്, 5 സ്റ്റാർ ഹോട്ടൽ 3 സ്റ്റാർ ഹോട്ടലൊന്നും കഴിയില്ല എന്നെയും കൊണ്ട്, റിസോർട്ടിലൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെൻറ്റ് സ്റ്റേക്ക് എടുക്കുക. നല്ല അടിപൊളി വ്യൂ ഉള്ള അല്ലെങ്കിൽ നല്ല നാച്ചുറുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഒരു സ്റ്റേക്കേഷൻ അടിക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ചില്ലാവുക എന്നുള്ളതാണ് ഹാവ് ഫൺ ബൈ യുവർ സെൽഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിനിമക്ക് പോവുക, അല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷൻ പോവുക, ഒരു ട്രിപ്പ് പോവുക, ഒറ്റയ്ക്ക് ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റ് പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അത് എൻജോയ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ആളുകളെ കൂട്ടിയിട്ടല്ല കേട്ടോ, നമ്മൾ ഒറ്റയ്ക്ക്. അവിടെയാണ് സെൽഫ് ലവ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ഒരു സജഷൻ, ട്രാവൽ വൺസ് എ ഇയർ എന്നുള്ളത്. വർഷത്തിലൊരിക്കൽ നല്ല ഒരു യാത്ര പോവുക. നിങ്ങൾക്ക് പറ്റാവുന്ന ഏറ്റവും നല്ലൊരു പ്ലേസ് ചൂസ് ചെയ്യുക, അവിടേക്ക് പോവുക, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ നാച്ചർ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ കംപ്ലീറ്റ് അവിടെ ആയിരിക്കണം, റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, വർഷത്തിൽ ഒരു തവണയാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സെൽഫ് ലവ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തേത് ഫോർഗിവ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ മാപ്പ് നൽകുക. നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ഭാഗത്ത് പല മിസ്റ്റേക്കുകളും സംഭവിക്കും, തെറ്റുകളുണ്ടാവാം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പാസ്റ്റിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കൊക്കെ നമുക്ക് തന്നെ മാപ്പ് നൽകുക. നമ്മൾ ചിലപ്പോൾ അറിയാതെ ആരെങ്കിലുമൊക്കെ വാക്കുകൾ കൊണ്ട് നോവിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ഫിസിക്കലി നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ മക്കളെ അടിക്കേണ്ടി വരും, അല്ലേ? അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഉണ്ടായിരിക്കാം, അറിഞ്ഞോ അറിയാതെയോ. അതിന് സ്വയം മാപ്പ് നൽകുന്നത് വഴി നമുക്ക് കുറച്ചുകൂടി കൂടുതൽ റിലാക്സ്ഡ് ആവാൻ പറ്റും. നമ്മുടെ മൈൻഡ്, സോളൊക്കെ ഒന്നുകൂടി പ്യൂരിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ദ തേർഡ് തിങ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സർപ്രൈസ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അഥവാ
നിങ്ങൾക്ക് തന്നെ ഒരു സർപ്രൈസ് കൊടുക്കുക. എങ്ങനെയാണ് അത് കൊടുക്കാൻ സാധിക്കുക? നമ്മൾ പലപ്പോഴും വേണ്ടെന്ന് വെച്ചിട്ടുള്ള, നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ ഇതുവരെ വേദിയിലൊന്നും പാടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരാളൊരു പാട്ട് പാടാൻ വേണ്ടി നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ്, പക്ഷെ പാടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നോ ആണ് പറയാറുള്ളെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ എസ് പറഞ്ഞ് പോയിട്ട് അങ്ങോട്ട് പാടുക. അപ്പോൾ പലപ്പോഴും നമ്മൾ നോ പറയുന്ന കാര്യങ്ങളോട് യെസ് പറഞ്ഞ് നമ്മളെ തന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കുക. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നമുക്കുണ്ടാവുന്ന ഹാപ്പിനെസ്സും നമുക്ക് നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ അതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. 5ാമതായിട്ട് പറയുന്നത് സ്റ്റാർട്ട് എ ജേണൽ എന്നുള്ളതാണ്. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം നമ്മൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊരു ഡയറി പോലെ എഴുതുന്നതിലൊന്നും യാതൊരു വിഷയവുമില്ല, നല്ലതാണ്. കാരണം നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടാനൊക്കെ അത് വളരെയധികം കാരണമായി തീരും. ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യരുത്, നമ്മുടെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാനൊക്കെ അത്തരം ഒരു ജേർണലിങ്ങിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. എസ്പെഷ്യലി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ബോഡിയിലുള്ള ഒരു എനർജി അത് ഒരു എക്സ്ട്രാ ഓർഡിനറി എനർജി ആയിരിക്കും എന്ന് ഞാൻ പറയും. കാരണം അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു വൈബ്രേഷൻ, അവരുടെ ഓറ തന്നെ വലുതായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സും, അവർ നമ്മുടെ അടുത്തുനിന്ന് പോകുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു എനർജി പോയ പോലെയൊക്കെ ഫീൽ ചെയ്യും. സോ ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ, പലർക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ പറയാം. നമ്മൾ നന്ദി പറയുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. കൃതജ്ഞത, നന്ദി എന്നുള്ളതൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മളെപ്പോഴും നന്ദിയുള്ളൊരു മനസ്സുണ്ടായിരിക്കുക. നമുക്ക് നന്ദി പറയേണ്ടതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഓരോ ദിവസങ്ങളിലും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുക, എഴുതുക ഒരു പേപ്പറിൽ, ഒരു ഡയറിയിൽ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് ഗിവ് യുവർ സെൽഫ് എ ബ്രേക്ക്. പലപ്പോഴും നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളുടെ പുറകെ ആയിരിക്കും, ഭയങ്കര ബിസി ആയിരിക്കും. ഓരോ കാര്യങ്ങൾ, ഇന്നൊരു കാര്യം ചെയ്യുന്നു, നാളെ ഒരു കാര്യം ചെയ്യുന്നു, അടുത്ത ദിവസത്തെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നു. ഇനി അതല്ല, വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫുൾ ടൈം വർക്കിലായിരിക്കും. ഒരു സൺഡേ ഉള്ള സമയത്ത് അന്ന് വല്ല ഫങ്ഷൻസ് ഉണ്ടാവും, അതിന് പോകും. അങ്ങനെ നമ്മൾ ബിസിയാണ് ലൈഫിൽ. എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത്. ഒരു 10% ആളുകൾ ഫ്രീ ആയിട്ടുണ്ടാവും, എൻ്റർപ്രണേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ. അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി ഒരു 90% ആൾക്കാർ ലൈഫിൽ എപ്പോഴും ബിസിയാണ്. അങ്ങനെ ബിസി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കുക. ഒന്നും ചെയ്യണ്ട, അത് ഒരു ദിവസം ഒരു പണിയും ചെയ്യണ്ട, വെറുതെ ഇരിക്കുക, ചുമ്മാ ഇരിക്കുക, റിലാക്സ്ഡ് ആവുക. അങ്ങനെ കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് അല്ലെങ്കിൽ വേറെ വല്ല എൻ്റർടൈൻമെൻറ്റ്, നമുക്ക് റിലാക്സേഷൻ കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റ് തിങ്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു വെക്കേഷൻ പോവുക, എല്ലാ കാര്യങ്ങളും വിട്ടുകൊണ്ട് ഒരു യാത്ര പോവുക. ആ യാത്രയിൽ മാത്രമായിരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു. പഴയ പോലെ തന്നെ കൂടുതൽ റീഫോക്കസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ പോയിന്റുകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കളറായേനെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ എല്ലാം കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷേ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഇതിലെ 1, 2, 3 കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഞാൻ പറയാൻ പോകുന്ന 20 കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ലെവൽ വേറെ ആയിരിക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ നിങ്ങളിൽ ഇംപ്രസ്ഡ് ആവുകയും നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് പോകും. അത്രയും പവർഫുൾ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു എനർജി ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം പറയാം, അധികം നീട്ടി വലിക്കാതെ. സേ നോ ടു അതേഴ്സ് എന്നുള്ളത്. അതിലൂടെ നമുക്ക് നമ്മളെ സ്നേഹിക്കാനായിട്ട് പറ്റും. ഇപ്പം ചില ആളുകളുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു ലൈഫിൽ. നമുക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യില്ല, നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തില്ല, ബാക്കിയുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം സഹായിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ അവസാനം ചിന്തിക്കും, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്ത്, എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ പണം സ്പെൻഡ് ചെയ്തില്ലല്ലോ, പക്ഷെ ഞാൻ അപ്പുറത്ത് സഹായിച്ചു, ഇപ്പുറത്ത് സഹായിച്ചു, എല്ലാവരും സഹായിച്ചു എന്നൊക്കെ പറയും.
അപ്പോൾ നമ്മളെല്ലാവരെയും സഹായിക്കാൻ വേണ്ടി നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, നിങ്ങളെ ഹാപ്പിയാക്കുക, നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെയും ക്യാഷ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരെ സഹായിച്ചോ സ്നേഹിച്ചോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പല കാര്യങ്ങളും പലരും ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കേണ്ട. അത്തരം കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് നോ പറയുക എന്നുള്ളതാണ്. ആ നോ പറയുന്നതിലൂടെ നിങ്ങളെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അയ്യോ ഞാനെങ്ങനെ നോ പറയുക, ചെയ്യാല്ലേ, അത് ചെയ്ത് അവസാനം നമുക്കൊരു ആവശ്യം വരുമ്പോൾ ആരും ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ സേ നോ ടു ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇതും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് മേക്ക് എ ലിസ്റ്റ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്സ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 മന്ത് കഴിയുമ്പോൾ ഈ 3 മാസം ഞാൻ എന്തൊക്കെ നേടി, ഞാൻ എന്തൊക്കെ ചെയ്തു, എന്നിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി, അത് നിങ്ങൾ ജേർണലിങ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. എന്ത് രസമായിരിക്കും അല്ലേ? നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കാനൊക്കെ ഇത്തരത്തിലുള്ള തോട്ട് പ്രോസസ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. സോ അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ പിക്ചർ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് കളർ പ്രിൻ്റ് എടുത്ത് ഒരു ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഓക്കെ, ഇനി അതല്ല ഫോട്ടോഷോപ്പൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഡിസൈൻ ചെയ്ത് കളർ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. കളർ പ്രിൻ്റ് എടുത്തിട്ട് അത് നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന നിങ്ങളുടെ ബെഡ്റൂമിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കുക, ഒരു ബോർഡിൽ പിൻ ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ ഒരു ചാർട്ടിൽ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് നിങ്ങളുടെ വിഷൻ ബോർഡ് നോക്കുക. എന്നിട്ട് ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ. നിങ്ങളുടെ സ്വപ്നങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുക. അതൊക്കെ സെൽഫ് ലവിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്, അവർ ജീവിതത്തിൽ എന്തോനോ ഹാപ്പിയാണ്. അങ്ങനെ ഒരു സാധനം പിൻ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡിൽ ഇട്ട് അത് അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എക്സ്ട്രീം ലെവലാണ്. അതങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ എല്ലാ വർഷവും ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും വിഷൻ ബോർഡ് എന്നുള്ളത് എൻ്റെ ഒരു മെയിൻ ഐറ്റമാണ്. അപ്പോൾ ആ വിഷൻ ബോർഡ് ഞാൻ ചെയ്യും. അത് വെച്ചതിന് ശേഷം ഇപ്പോൾ പോലും എൻ്റെ ഫോണിൽ എൻ്റെ ഡിസ്പ്ലേയിൽ കിടക്കുന്ന എൻ്റെ മെയിൻ ഡ്രീമാണ്. അപ്പോൾ ആ ഡ്രീം ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ഓരോരോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് നമ്മളെ തന്നെ പ്രൗഡായിരിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ എനർജി ലെവല് ഭയങ്കര വലുതായിരിക്കും. സോ ഇതും സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്.